750 കോടി രൂപ എന്ന് പറയുന്നത് ജനങ്ങളുടെ സംഭാവനയോട് കൂടി ആ ഫണ്ട് വെച്ച് 351 കോടി രൂപയുടെ ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എനിക്ക് തോന്നുന്നത് ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴേക്കും പൂർത്തീകരിക്കും വീടുകളുടെ. അതിനകത്ത് തന്നെ 402 കുടുംബങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട് സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ. അവരിൽ 104 കുടുംബങ്ങൾ ടൗൺഷിപ്പിൽ വീട് വേണ്ടാന്ന് പറയുകയും അവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ഓൾറെഡി അത് കൊടുത്തു. 15 ലക്ഷം രൂപ അവർക്ക് മേടിച്ച് 2 മാസം കൂടി അവർക്ക് വാടകയും കൊടുത്തു. പുതിയ സംവിധാനം ടൗൺഷിപ്പിൽ നിന്ന് കുറച്ച് വീടുകൾ കിട്ടി വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. സമഗ്രമായിട്ട് അവിടെ ഹെൽത്ത് സെന്റർ, പിന്നെ സ്കൂൾ, അംഗൻവാടി, മറ്റുള്ള ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും എല്ലാം കൂടി ചേർത്തിട്ടാണ് അവിടെ കമ്പാരിറ്റീവ്ലി അവിടെ കൂടുതൽ ബെറ്റർ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി നമ്മുടെ റെക്കോർഡ് കാര്യത്തിൽ നമ്മൾ ആ കേസൊക്കെ ജയിക്കാൻ പറ്റുന്നത്. അത്രയും എഫേർട്ട് അതിന്റെ പുറകിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് സർക്കാർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് വേണമെങ്കിൽ നിശ്ചയിക്കും. അതായത് ക്യാമ്പുകളിൽ ഉള്ള ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് നമ്മൾ 10,000 രൂപ CMDRFന്റെ സഹായത്തോടു കൂടി 10,000 രൂപ 1036 കുടുംബങ്ങൾക്കാണ് അവിടെ 10,000 രൂപയുടെ ഇമ്മീഡിയറ്റ് റിലീഫ് 10,000 രൂപ കൊടുത്തിട്ടുള്ളത്. പിന്നെ മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് സാധാരണ കൊടുക്കാറുള്ള 4 ലക്ഷം രൂപയാണ് SDRF ആവശ്യം. ഇവിടെ 6 ലക്ഷം രൂപ കൊടുത്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനോട് ചികിത്സാ ചെലവുകളെല്ലാം സർക്കാർ വഹിച്ചു. ഈ ആളുകൾക്ക് അതിനുശേഷം ക്യാമ്പുകളിൽ നിന്ന് മാറുന്ന സമയത്ത് അവരെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി അവർക്ക് ആ വാടക ഇപ്പോഴും സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. തിരിച്ച് വീടുകളിലേക്ക് പോകാത്ത ആളുകൾ എല്ലാവരും ഇപ്പോഴും സർക്കാരാണ് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 6,000 രൂപ പ്രതി മാസം വാടക കൊടുക്കുന്നുണ്ട്. ലൈവ്ലിഹുഡ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അസിസ്റ്റൻസ് ആയിട്ട് അതാത് പ്രദേശങ്ങളിൽ തൊഴിലുറപ്പിന്റെ എത്രയാണോ വേതനം അതിനനുസരിച്ചാണ് അത് കൊടുക്കുക. 300 രൂപ ഇവിടെ കണക്കാക്കിയിട്ട് ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ, ആ കുടുംബത്തിൽ നിങ്ങൾ കിടപ്പുകളോ മറ്റോ ഉണ്ടെങ്കിൽ 3 പേർക്ക് എന്നുള്ള കണക്കിൽ നമ്മൾ 300 രൂപ കൊടുക്കും.